ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. നമ്മൾ ഓരോരുത്തരും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വേണ്ടി സ്വയം മരണം വരിച്ച ഈശോയുടെ മരണകാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 40-ാം വെള്ളിയാഴ്ച മാർച്ച് 22 എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണത്. 40-ാം വെള്ളിയാഴ്ചയും മാർച്ച് 22-ഉം ഒന്നിച്ചു വന്ന ഒരു ദിവസത്തിലാണ് എൻ്റെ ഡാഡി ഈ ലോകത്തോട് വിട പറയുന്നത്. ഇന്ന് ഈ മാർച്ച് 22-ൽ 22 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ഡാഡി മരിച്ച് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിൻ്റെ നെട്ടോട്ടം ആരംഭിച്ചത്. അതിനു മുൻപ് ഡാഡി എല്ലാ സുഖസൗകര്യങ്ങളും നൽകിയാണ് എന്നെ വളർത്തിയത് എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ, തോൽവികളിലൂടെ, ശരിക്കും പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എൻ്റെ പിതാവ്. സ്വന്തമായി അന്നത്തെ കാലത്ത് തന്നെ ഒരു കമ്പനി നടത്തുകയും ആ കമ്പനിയുടെ വളർച്ച നല്ല രീതിയിൽ വന്നപ്പോൾ മദ്യത്തിനടിമയായിട്ട് ആ കമ്പനി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ബോസ് എന്നു പേരുള്ള ഒരു മനുഷ്യന് തീരെഴുതി കൊടുക്കേണ്ടി വരികയും ചെയ്ത ഒരു ഹതഭാഗ്യനായ മനുഷ്യനാണ് എൻ്റെ അപ്പൻ. എന്നാൽ ഒരുപാട് തോൽവികളും ഒരിടത്തും ഉറച്ചു നിൽക്കാനാവാത്ത സ്വഭാവ രീതികളും ഒക്കെ ഉണ്ടായിരുന്നാലും ആ മനുഷ്യൻ സ്നേഹസമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന് ഭൂമിയേക്കാൾ ഉപരി ക്ഷമിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പലപ്പോഴും ക്ഷമിക്കാൻ എല്ലാവർക്കും പറ്റിയെന്നിരിക്കും. ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞും ക്ഷമിച്ച് പഴയ സ്നേഹത്തോടുകൂടെ ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത് അതത്ര ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ എൻ്റെ ഡാഡിയെ ദ്രോഹിക്കുന്ന ആരോടും ഒരു പരാതിയോ പരിഭവമോ ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ തെറ്റുകാരനാണ്, അതുകൊണ്ട് ചെറിയ മനുഷ്യരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ എനിക്കാവണം എന്ന പക്ഷക്കാരനായിരുന്നു എൻ്റെ അപ്പൻ. കാലങ്ങൾ കടന്നുപോയി. മരണദിവസം ഒരു കുർബാനയിൽ ഒതുങ്ങും എൻ്റെ ചിന്തകൾ. എന്നാൽ ഇന്ന് മാർച്ച് 22-ഉം വെള്ളിയാഴ്ചയും 40-ാം വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നപ്പോൾ 10-22 വർഷങ്ങൾക്ക് ശേഷം ഡാഡി എൻ്റെ മനസ്സിൽ ജീവിച്ചു തുടങ്ങി. ഈ 22 വർഷങ്ങൾക്കുള്ളിൽ പല ജീവിതങ്ങളും കാണാൻ കഴിഞ്ഞു. വിശുദ്ധരെ പോലെ ജീവിച്ചിരുന്നവർ ചെകുത്താനെ പോലെ പ്രതികരിക്കുന്നതും ഞാൻ കണ്ടു. പൊന്നുപോലെ വളർത്തി വന്ന മക്കള് കയ്യും തട്ടി കടന്നു പോകുന്നത് ഞാൻ കണ്ടു. ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കില്ല, ചേർത്ത് നിർത്തുമെന്ന് കരുതിയിരുന്ന സഹോദരങ്ങൾ നിഷ്കാരുണ്യം ഇറക്കിവിടുന്നതിനും സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അങ്ങനെ അനാഥയും ദരിദ്രയുമായി ഈ ഭൂമുഖത്തിലേക്ക് 2ാം പിറവിയെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ തോൽക്കാതിരിക്കാൻ സ്വയം തോറ്റുകൊണ്ട് എൻ്റെ കൂടെ നിന്ന കുറേയേറെ വ്യക്തികളുണ്ട്. അവർക്കെല്ലാം ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ക്ഷമയുടെയും സഹനത്തിൻ്റെയും പാത കാണിച്ചു തന്ന എൻ്റെ ഡാഡിയെയും കൊടുക്കാൻ കഴിയാതിരുന്ന സ്നേഹം മുഴുവനും സമർപ്പിച്ച് ഈശോയുടെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ ആത്മാവിന് നിത്യശാന്തി നൽകണമേ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് കാലങ്ങൾ കഴിയുമ്പോഴായിരിക്കും ചില മുറിവുകൾ പൊടിതട്ടി ഉണർന്നു വരിക. അതിലേക്ക് വീണ്ടും ഒരു തുള്ളി ഉപ്പോ വെള്ളമോ കണ്ണുനീരിൻ്റെ ഉപ്പോ വീണാൽ വീണ്ടും അതെല്ലാം ഉണർന്നെഴുന്നേറ്റ് വരും. ഡാഡി ഒരു തോൽവിയായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ തുടങ്ങി വെച്ച ഒരു മനോഹരമായ ഒരു കമ്പനിയുണ്ട്, സിൻസിയർ ഇൻഡസ്ട്രിയൽ കമ്പനി. അനുജത്തിയുടെ പേരായിരുന്നു അതിന്. ചതിയുടെയും വഞ്ചനയുടെയും പൂർവാധിക ശക്തിയോടുകൂടി ഉണർന്നു വരും. അതുപോലെ ഒരു ദിവസമാണ് ഇന്ന് എനിക്കും. ഡാഡി തുടങ്ങിയ കമ്പനി അങ്ങനെയേ അങ്ങ് നഷ്ടത്തിലായി. കടക്കാർ വീടിൻ്റെ മുൻപിൽ വന്ന് നിന്ന് ഒച്ചയെടുക്കാൻ തുടങ്ങി.
ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ആദായം മുഴുവനും ചേർത്ത് വെച്ചാണ് എൻ്റെ അമ്മ ആ കടവെല്ലാം വീട്ടി തീർത്തത്. പിന്നീട് ഞാൻ ഒരു ജീവിതത്തിലേക്ക് കടന്നപ്പോൾ, സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ എനിക്കതായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവനും. ഇതൊന്നും വിജയിക്കില്ല എന്ന ചിന്ത. എന്നാലും എന്നെ കൂടെ കൂട്ടിയവർ രണ്ട് കൈയും പിടിച്ച് നിന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റും, ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും അതിനിറങ്ങി തിരിച്ചു. തുടങ്ങിയതൊന്നും വിജയിക്കാത്ത തോൽവിയുടെ പാരമ്പര്യം എന്നെ പിന്തുടരുന്നുവോ എന്ന് പേടിച്ചു പോകുന്ന ചില ദിവസങ്ങളിലൂടെയാണ് ഞാനും കടന്നു പോകുന്നത്. തമ്പുരാൻ്റെ സന്നിധിയിൽ തോൽവികൾ എന്നല്ല, മരിച്ച് കബറിനുള്ളിൽ അടക്കപ്പെട്ട് വലിയ കല്ലുരുട്ടി വെച്ച് അടച്ചു വെച്ചാലും ജീവൻ്റെ നാഥൻ സ്വയം ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും തോൽവികളിൽ നിന്ന് നമ്മളെ ഉയർപ്പിക്കാൻ ഒരു ദൈവദൂതനായി അവിടുന്ന് ആരൊക്കെയോ നമ്മുടെ ജീവിതത്തിലേക്ക് വിടും. അവിടുന്ന് തന്നെ അപ്പമായി തിരുവോസ്തിയിൽ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കയറിയിട്ട് ആ മനുഷ്യനിലൂടെ നമ്മളെ സഹായിക്കാൻ അവൻ ശ്രമിച്ചെന്ന് വരാം. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വീണ്ടും വീണ്ടും മനുഷ്യ അവതാരം എടുക്കുന്നതിൽ അവനൊരു മടിയുമില്ല. നല്ല നാഥൻ്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ മരണത്തെക്കുറിച്ച് കൂടി നമുക്ക് ചിന്തിക്കാം. നമ്മുടെ മാതാപിതാക്കൾ അവരെത്രമാത്രം നമുക്ക് ദ്രോഹം ചെയ്താലും അവരുടെ വാർദ്ധക്യത്തിൽ കുറച്ചെങ്കിലും ഒരു കരുണയോടുകൂടി അവരെ ശിക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരോട് മുറുമുറുക്കാതെ അവരുടെ സഹനത്തിന് ഞാൻ കാരണമാകില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ആകുന്ന വിധത്തിൽ നന്മയോടും സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി നോക്കാനുള്ള ഒരു ദിവസമായി ഈ ഈശോയുടെ മരണകാലം നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.